ഇതാണ് കേട്ടോ ക്ലിങ് ഫിലിം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പിക്ചർ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഡ്രോയിങ് കുട്ടികൾ വരച്ച് കളർ ചെയ്താൽ മറ്റോ ഡ്രോയിങ് എടുക്കുക. സാധാ A4 പേപ്പറിൽ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ക്ലിങ് ഫിലിം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും ക്ലിങ് ഫിലിം എടുക്കുക. നമ്മൾ മാക്സിമം ചുളുക്കൊക്കെ നിവർത്തി ഏതെങ്കിലും ടേബിൾ, ഞാനിവിടെ അയൺ ടേബിളിലാണ് എടുത്തിരിക്കുന്നത്, ചുളുക്കൊക്കെ നിവർത്തി അത് വയ്ക്കുക. അതിലേക്ക് ഒരു സെൻറ്റർ പോർഷനിലേക്ക് ആയിട്ട് നമുക്ക് ഏത് ഡ്രോയിങ് ആണോ നമുക്ക് ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് വെച്ചിട്ട് ആ ഡ്രോയിങ് നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കുക. റാപ്പ് ചെയ്യുക, മാക്സിമം ചുളിവൊക്കെ ഒഴിവാക്കിയിട്ട് റാപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ക്ലിങ് ഫിലിം ബാക്കിയുള്ളത് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത ഡ്രോയിങ്സിൽ നിന്ന് കുറച്ചും കൂടി ക്ലിങ് ഫിലിമിൻ്റെ പോർഷൻ നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. റൗണ്ട് ചെയ്തിട്ട് മറ്റോ ആ പിക്ചർ മാത്രം അവിടെ നിൽക്കുന്ന രീതിയിൽ ഒത്തിരി ചേർത്ത് കട്ട് ചെയ്യണ്ട. ഒത്തിരി ചേർത്ത് കട്ട് ചെയ്താൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അറ്റാച്ച് ആവണമെന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ആ പോർഷൻ നമുക്ക് എത്രത്തോളം വേണം അതിലേക്ക് ഒരല്പം ആ ക്ലിങ് ഫിലിം നീട്ടിയിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റും. ക്ലിങ് ഫിലിം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബട്ടർ പേപ്പർ നമ്മൾ അയൺ ടേബിളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് അത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അത് അറ്റാച്ച് ആവുന്ന രീതിയിൽ വയ്ക്കുക. നമ്മളൊരു വൈറ്റ് ടീഷർട്ട് എടുത്തിട്ട് ഈ ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് അഭിനയം വെച്ച് ചുളുക്കെല്ലാം മാറ്റി ബട്ടർ പേപ്പറിന് സെറ്റ് ചെയ്യാം. അയൺ ടേബിൾ തന്നെ വേണമെന്നില്ല കേട്ടോ, സാധാ ടേബിളിലാണ് നമുക്കിത് ചെയ്യാവുന്നതാണ്. അയൺ ടേബിൾ ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അതിനെ അറ്റാച്ച് ചെയ്യാമെന്ന് മാത്രം. ശേഷം ചുളിവൊക്കെ മാറ്റിയിട്ട് അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കി ആ ടീഷർട്ടിനകത്തുള്ള ചുളിവെല്ലാം മാറ്റി കൊടുക്കുക. ശേഷം നമ്മൾ ഏത് ക്ലിങ് ഫിലിം വെച്ച് റാപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡ്രോയിങ് സെൻറ്റർ പോർഷനിൽ നമുക്ക് എവിടെയാണോ അറ്റാച്ച് ചെയ്യേണ്ടത് ആ പോർഷനിൽ അത് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. പക്ഷെ നന്നായിട്ട് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ആ ഡ്രോയിങ്ങിൻ്റെ മുകളിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. ചുളിവൊന്നുമില്ലാണ്ട് നല്ല ചൂടിൽ നന്നായിട്ട് അറ്റാച്ച് ചെയ്യും. നന്നായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട്. നന്നായിട്ട് അറ്റാച്ച് ആയില്ലെങ്കിൽ നമ്മളത് പേപ്പർ എടുക്കുമ്പോൾ അതുകൊണ്ട് വിട്ടുപോയി കേട്ടോ. ശരിക്കും നന്നായിട്ട് തേച്ച് അതിലേക്ക് പിടിപ്പിക്കുക, ചുളിവൊന്നും ഇല്ലാണ്ട് നന്നായിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ബട്ടർ പേപ്പർ ഒന്ന് പതുക്കെ റിമൂവ് ചെയ്ത് നോക്കാം. നോക്കി, ഇപ്പോൾ ആ പിക്ചർ ശരിക്കും അതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഷർട്ടൊന്ന് എടുത്ത് നോക്കാം. നോക്കി, നല്ല ഭംഗിയായിട്ടില്ലേ? കറക്റ്റായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടില്ലേ? നല്ല രീതിക്ക് ഇത് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുട്ടികളുടെ ഡ്രോയിങ്സ് ഒക്കെ നമുക്കിങ്ങനെ കുറച്ച് നാളൊക്കെ നമുക്കിങ്ങനെ കീപ്പ് ചെയ്ത് പിള്ളേർക്കത് ഇട്ടുകൊണ്ട് പോകുമ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഞാനിതുപോലെ 3 വൈറ്റ് ടീഷർട്ടിൽ അത് ചെയ്തിട്ടുണ്ട്. പിള്ളേർ വരച്ച ഡ്രോയിങ് തന്നെ സാധാ A4 പേപ്പറിൽ. ഓക്കെ, നന്നായിട്ടില്ലേ? ഓക്കെ, താങ്ക് യു.